ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹവന്ദനങ്ങൾ പിന്നെയും അറിയിക്കുന്നു. ഫെയ്ത്ത് വാരിയേഴ്സ് എന്ന ഈ ചാനലിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മറിയയെക്കുറിച്ചുള്ള എപ്പിസോഡുകൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നു എന്നറിയുവാൻ കഴിയുന്നതിൽ ഞങ്ങൾക്കുള്ള സന്തോഷവും ഞങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് നാം എടുക്കുവാൻ പോകുന്ന വിഷയം മറിയം ദൈവമാതാവോ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ദൈവമാതാവല്ല എന്നുള്ളത് തന്നെയാണ്. അർത്ഥാൽ യേശുവിൻ്റെ ശരീരം മറിയയിൽ നിന്ന് എന്തെങ്കിലും ഒരംശം അതിനായി എടുത്തു എന്ന് തെളിവ് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണാത്തത് കൊണ്ട് മറിയം ദൈവമാതാവ് അല്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് തെളിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായി വിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ കത്തോലിക്ക സഭയിൽ മറിയത്തിന് കൊടുത്തിട്ടുള്ള അമിതമായ പ്രാധാന്യത്തെക്കുറിച്ച് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന ന്യൂസ് വീക്ക് മാഗസിൻ 1997 ഓഗസ്റ്റ് മാസത്തെ ലക്കത്തിൽ വന്ന ഒരു ചെറിയ വാർത്ത പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1997 ഓഗസ്റ്റ് ലക്കത്തിൽ ന്യൂസ് വീക്ക് മാഗസിനിൽ വന്ന ഒരു ലേഖനത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: Mary has changed Trinity into Holy Quartet or Quaternity. അതായത് മറിയ വിശുദ്ധ തൃത്വത്തെ ഒരു ചതുർഭാവമാക്കി മാറ്റിയിരിക്കുന്നു. മറിയയ്ക്ക് കൊടുക്കുന്ന അമിത പ്രാധാന്യത്തെയാണ് ആ ലേഖനം ചൂണ്ടിക്കാണിച്ചത്. ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ എന്ന യേശുക്രിസ്തുവിൻ്റെ പദവി ഏതാണ്ട് പൂർണ്ണമായി തന്നെ മറിയയിലേക്ക് മാറ്റപ്പെട്ടതായി ആ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതെന്തു വലിയ ദുരന്തമാണ്! കത്തോലിക്ക സഭയിൽ മറിയയ്ക്ക് കൈവന്നിട്ടുള്ള അമിത പ്രാധാന്യം അത് നാം ചിന്തിക്കുന്നതിനും നാം തിരുത്തുവാൻ കഴിയുന്നതിനുമൊക്കെ അപ്പുറത്തേക്ക് അത് പോയിരിക്കുന്നു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ന്യൂസ് വീക്ക് മാഗസിൻ ഒരു സെക്കുലർ മാഗസിനാണ്. ആ സെക്കുലർ മാഗസിൻ പോലും പുറമേ നിന്ന് കത്തോലിക്ക സഭയെ നോക്കുമ്പോൾ അതിൽ മറിയയ്ക്ക് കൈവന്നിട്ടുള്ള അമിത പ്രാധാന്യത്തെ മറ്റുള്ള എല്ലാവർക്കും കാണുവാൻ കഴിയുന്നത് പോലെ അവർക്കും കാണുവാൻ കഴിഞ്ഞു. അവരത് ധൈര്യത്തോടുകൂടെ എഴുതി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ മറിയയെക്കുറിച്ച് കത്തോലിക്കർ പറയുമ്പോൾ അവർ വളരെ പ്രാധാന്യത്തോടുകൂടെ എടുത്തു കാണിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യമാണ്. ദൂതൻ മറിയയോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അങ്ങനെയാണ് സത്യവേദ പുസ്തകത്തിൽ അതിൻ്റെ ഭാഷാന്തരത്തിൽ കാണുന്നത്. എന്നാൽ കത്തോലിക്ക ഭാഷാന്തരമായ POCയിൽ നാം വായിക്കുന്നത് കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്നാണ്. കൃപ നിറഞ്ഞവളെ അതിനെ അതിൻ്റെ ഗ്രീക്ക് വേർഷനിൽ നാം വായിക്കുന്നത് കേച്ചാരിറ്റോമെനെ എന്ന വാക്കാണ്. എന്നാൽ ഈ കേച്ചാരിറ്റോമെനെ എന്ന വാക്കിലും ഉള്ളത് ചാരിസ് എന്ന വാക്ക് തന്നെയല്ലേ? ചാരിസ് എന്ന് പറഞ്ഞാൽ ആ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം കൃപ എന്നുള്ളതാണ്. കൃപ എന്ന വാക്കിന് കൃത്യമായൊരു അർത്ഥമുണ്ട്. എന്താണ് കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം? അനർഹമായിടത്ത് ദൈവം കൊടുക്കുന്ന ആനുകൂല്യം എന്നുള്ളതാണ്. അതായത് മനുഷ്യൻ പാപിയായിരുന്നിട്ടും അവൻ കൊള്ളരുതാത്തവൻ ആയിരുന്നിട്ടും ദൈവം അവനെ സ്നേഹിച്ചു, അവന് വേണ്ടത് നൽകി. അവനെ അയോഗ്യത ഉള്ള ഇടത്ത് ദൈവം തൻ്റെ സ്നേഹം പ്രദർശിപ്പിച്ചു. ഗാഡ്സ് അൺമെരിറ്റഡ് ഫേവർ, ഗാഡ്സ് കൈൻഡ്നെസ് ആൻഡ് ലവ് ടുവേർഡ്സ് ഹ്യൂമാനിറ്റി ഡെസ്പൈറ്റ് ഹ്യൂമൻ സിൻഫുൾനെസ്. ഇതാണ് കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി കൃപ നിറഞ്ഞവൾ എന്ന് പറഞ്ഞാൽ പോലും കൃപ നിറയുക, പെരുകുക, വർദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. കൃപ പെരുകുന്നത് പാപം പെരുകിയെടുത്താണ്. കൃപ നിറയുന്നത് പാപം പെരുകിയെടുത്താണ്. അതായത് മറിയ വലിയ പാപങ്ങൾ ചെയ്തു എന്നുള്ളതിനേക്കാൾ ഉപരിയായി യേശുക്രിസ്തുവിനെ മറിയയുടെ ഉള്ളിലേക്ക് ദൈവം അയക്കുമ്പോൾ അവളിൽ പാപമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കൃപ നിറഞ്ഞവളെ എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, അൺമെരിറ്റഡ് ഫേവർ കൊണ്ട് അവളിൽ
ദൈവപുത്രൻ ഉൽപാദിതമാകാനുള്ള അവസരം ദൈവം ഒരുക്കി എന്നുള്ളതിനപ്പുറം ആ വാക്കിന് യാതൊരു അർത്ഥവും ഇന്ന് കത്തോലിക്കാ സഭ കൊടുക്കുന്നത് പോലെ ഇല്ല എന്നുള്ളത് നാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കൃപ നിറഞ്ഞവളെ എന്നുള്ളത് ഒരിക്കലും മറിയയുടെ അമലോത്ഭവത്വത്തിനോ ദൈവമാതാവ് എന്ന പദവിക്കോ ഇടയാക്കിയ ഒരു കാരണമായ ഒരു വാക്കല്ല എന്നുള്ളത് നാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ സാധാരണ കത്തോലിക്ക സുഹൃത്തുക്കൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, അങ്ങനെയാണ് എങ്കിൽ അശുദ്ധിയിൽ നിന്ന് ഒരു വിശുദ്ധി ഉണ്ടാകുമോ? അതിനവർ എടുത്തു കാണിക്കുന്ന ഒരു വാക്യം ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യമാണ്. അശുദ്ധനിൽ നിന്ന് ജനിച്ച ഒരു വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല. അങ്ങനെയാണ് ആ വാക്യം. ശരിയാണ്, ഇയ്യോബിന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. ശരിയാണ്, ഇയ്യോബിന്റെ ആ സമയം വരെ അശുദ്ധനിൽ നിന്ന് ജനിച്ച ഒരു വിശുദ്ധനുള്ളതായിട്ട് ഇയ്യോബിന് അറിവില്ല. പക്ഷേ അത് ഒരിക്കലും അശുദ്ധനിൽ നിന്നൊരു വിശുദ്ധൻ ജനിക്കയില്ല എന്ന് ഇയ്യോബ് പറഞ്ഞിട്ടില്ല. ആ സമയം വരെ ഇയ്യോബിന്റെ അറിവിൽ അതില്ല. എന്നാൽ അതേ ഇയ്യോബ് 42-ാം അധ്യായം 2-3 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്നാണ്. അപ്പോൾ ദൈവത്തിന് സകലവും സാധ്യമാണ്. അശുദ്ധനിൽ നിന്ന് വിശുദ്ധനെ കൊണ്ടുവരുവാനും ആ നിലയിലുള്ള ഏത് വാദഗതികളെയും തള്ളിക്കൊണ്ട് സകലവും തനിക്ക് സാധ്യമാണ് എന്ന് യോബ് തന്നെ പറഞ്ഞിട്ടുള്ളതായിട്ടും നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതായത് മറിയ എന്ന പാപിയായ സ്ത്രീയിൽ നിന്ന് വിശുദ്ധനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്, വിശുദ്ധനെ ഈ ലോകത്തേക്ക് പുറപ്പെടുവിച്ചുകൊണ്ട് അശുദ്ധനിൽ നിന്ന് വിശുദ്ധൻ ജനിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ദൈവം ഈ ലോകത്തിന് തന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി ഇവിടെ മറ്റൊരു ചിന്തിക്കേണ്ട കാര്യമുള്ളത്, പിറവിയെടുക്കാൻ മറിയയെ പാപമില്ലാത്തവളാക്കി എങ്കിൽ പിറന്നു വീണ ഭൂമിയും പാപമുക്തമാകേണ്ടതാണ്. അതായത് യേശുക്രിസ്തു പിറക്കണമെങ്കിൽ മറിയ പാപമില്ലാത്തവൾ ആകണമെന്ന് ശഠിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു വരുന്ന ഒരു സ്ഥലവും പാപമുള്ളതാവാൻ, അശുദ്ധിയുള്ളതാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പിറന്നു വീണ ഭൂമിയും പാപമുള്ളതാകാൻ പാടില്ല എന്നുള്ളൊരു മറുവാദം അതിന് വരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ചുരുക്കത്തിൽ കാര്യം ചുരുക്കി പറഞ്ഞാൽ, അവൻ ഉരുവായ ഇടം വിശുദ്ധമല്ല, അഥവാ മറിയയുടെ ഉദരം അല്ലെങ്കിൽ മറിയ വിശുദ്ധമല്ല. അവൻ പിറന്നു വീണ ഭൂമിയും വിശുദ്ധമല്ല. അവൻ ഇടപെട്ട മനുഷ്യർ വിശുദ്ധമല്ല. അവൻ ഇടപെട്ട ഒരു മേഖലയും ഈ ഭൂമിയിലേത് വിശുദ്ധമായിരുന്നില്ല. അവന്റെ വാക്കുകൾ കൊണ്ട്, അവന്റെ പ്രവൃത്തി കൊണ്ട്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ഇതിനെയൊക്കെ വിശുദ്ധീകരിച്ച് എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമ്മൾക്കുള്ള മറുപടി എന്ന് പറയുന്നത്. മാത്രമല്ല, പാപം ചുമന്നൊഴിക്കാൻ തയ്യാറായി വന്നവന് പാപമുള്ള മറിയത്തിൽ ജനിക്കുന്നതിന് എന്താണ് കുഴപ്പം? അവൻ വന്നത് തന്നെ മനുഷ്യപാപം ചുമക്കുവാൻ വേണ്ടിയാണ്, മനുഷ്യപാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്, മാനവ പാപം ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ക്രിസ്തുവിന് അശുദ്ധിയുള്ള പാപമുള്ള മറിയത്തിൽ ജനിക്കുന്നതിന് എന്തു കുഴപ്പം എന്നുള്ളതും നാം ഇവിടെ നിന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇതിനെ സംബന്ധിച്ച വാദമുഖങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മറ്റനേക വാക്യങ്ങൾ പ്രശ്നമായിട്ട് വരും. ഇപ്പോ അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ എന്ന രൂപത്തിൽ അല്ലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ആ രൂപത്തിലുള്ള പല വാക്യങ്ങൾക്കും നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഒന്നാമത്, നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 33-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് ഇയ്യോബ് പറയുന്നത്, ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല. കത്തോലിക്ക സുഹൃത്തുക്കളായ നിങ്ങളിത് മുഖവിലേക്ക് എടുക്കുമോ? നിങ്ങളിത് ലിറ്റററി ആയിട്ട് എടുക്കുമോ? 2018 ഉണ്ടായ പ്രളയം പോലെയല്ലേ കത്തോലിക്ക സഭയില് വിശുദ്ധന്മാരുടെ പ്രളയം കിടക്കുന്നത്, അല്ലെങ്കിൽ മധ്യസ്ഥന്മാരുടെ പ്രളയമുള്ളത്? പക്ഷെ ഇവിടെ ഇയ്യോബ് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ ഇടയിൽ ഒരു മധ്യസ്ഥനുമില്ല. അപ്പോ അതൊക്കെ ഏതർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചാൽ മതി. മറിയയെ മഹത്വവൽക്കരിക്കേണ്ടതിന് ഇത്തരം വാക്യങ്ങൾ എടുക്കുമ്പോൾ അതൊക്കെ ബാലിശമായ
വാദങ്ങൾ മാത്രമാണ് എന്നുള്ളതും നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. മറിയയെ AD 431 എഫസോസ് സുനഹദോസിലൂടെ ദൈവമാതാവാക്കിയപ്പോൾ അതിന് പിൻബലം കൊടുക്കാൻ ആ മറിയയെ ജന്മപാപമില്ലാത്തവളാക്കി, അല്ലെങ്കിൽ അമലോത്ഭവയാക്കേണ്ടത് സഭയുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് അമലോത്ഭവയാക്കി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി മറിയ പരിശുദ്ധമായ സ്ഥലത്തെ വസിക്കുകയുള്ളൂ എന്ന ഒരു വാദം നാം മുമ്പോട്ട് വെക്കുമ്പോൾ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇയ്യോബിന്റെ തന്നെ പുസ്തകം 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: തൻ്റെ വിശുദ്ധ ദൂതന്മാരിൽ പോലും ദൈവം വിശ്വാസം അർപ്പിക്കുന്നില്ല, അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗവും നിർമ്മലമല്ല എന്നാണ്. അപ്പോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധിയോട് തുലനപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥലവുമില്ല, ഒരു വ്യക്തിയുമില്ല, ഒരു മറിയവുമില്ല. മറിയ എത്ര അമലോത്ഭവയായാലും ദൈവത്തിന് വസിക്കാൻ കൊള്ളാവുന്ന നിലയിൽ വിശുദ്ധയാണ് എന്ന് പറയുവാൻ കഴിയില്ല. കാരണം ബൈബിൾ തന്നെ പറയുന്നു, സ്വർഗം പോലും അവൻ്റെ ദൃഷ്ടിയിൽ നിർമ്മലമല്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ സത്യങ്ങളൊക്കെ നാം കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇനി കത്തോലിക്കർ പറയുന്നത് എങ്ങനെയാണ്? സ്വർഗം പോലും നിർമ്മലമല്ല എന്ന് പറയുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവും വസിക്കുന്ന കൂടാരം എന്നാണ് മറിയയെ പറയുന്നത്. അപ്പോ ഈ ഇയ്യോബിന്റെ പുസ്തകം 15-ാം അധ്യായം 15-ാം വാക്യം വെച്ച് അതിനെ തുലനം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സ്വർഗം പോലും നിർമ്മലമല്ല. അപ്പോ ദൈവം വസിക്കുന്ന കൂടാരം പോലും നിർമ്മലമല്ല. അർത്ഥാൽ മറിയ നിർമ്മലയല്ല എന്ന് തന്നെ നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഈ ഭാഗത്ത് നിന്ന് നാം അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. ഈ കത്തോലിക്ക സഭ തിയോടോക്കോസ് അഥവാ ദൈവമാതാവ് എന്ന ടേമിന് കാരണമായി പറയുന്ന കീ പോയിന്റ് എന്താണ്? എന്തുകൊണ്ടാണ് മറിയയെ കത്തോലിക്ക സഭ ദൈവമാതാവ് എന്ന് പറയുന്നത്? അതിൻ്റെ കീ പോയിന്റ് എന്ന് പറയുന്നത്, മാതാവിൽ നിന്നാണ് യേശു ശരീരം സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതായത് മറിയയെക്കുറിച്ച് സഭയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയ പ്രഥമ വിശ്വാസ സത്യം എന്ന നിലയിൽ ഇതിനെ കൊട്ടിഘോഷിക്കുന്നു. അതിനവർ തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 43-ാം വാക്യം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് മറിയയെ നോക്കി എലിസബത്ത് വിളിച്ചു. ഇതിനെ തെളിയിക്കാൻ ഇവർ ചില ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. മറിയ ദൈവമാതാവാണ് എന്ന് തെളിയിക്കാൻ, അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീര രൂപീകരണത്തിൽ മറിയയിൽ നിന്ന് മാംസം സ്വീകരിച്ചു എന്ന് തെളിയിക്കാൻ ചില ഉദാഹരണങ്ങളൊക്കെ ഇവർ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിന് ഒരു ഉദാഹരണം ഇങ്ങനെയാണ് പറയുന്നത്: വിറകിലേക്ക് അഗ്നി ഇറങ്ങുന്നത് പോലെ, അഗ്നിയും വിറകും ഒന്നാകുന്നത് പോലെ മറിയയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് ആ ശരീരത്തിലേക്ക് ദൈവം ആമഗ്നനായി. ഇങ്ങനെ മറിയയിൽ നിന്ന് സ്വീകരിച്ച ശരീരത്തിലേക്ക് ദൈവം ലയിച്ചു ചേർന്നപ്പോൾ ദൈവവും മനുഷ്യനും മറിയയിൽ നിന്ന് സ്വീകരിച്ച ശരീരത്തിൽ വിഭജിക്കാൻ കഴിയാതെ വണ്ണം ഒന്നായി. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും മറിയയിൽ നിന്ന് സ്വീകരിച്ച ശരീരത്തിൽ ഒന്നായി ചേർന്നതിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നുള്ളത് എന്ന് ഇവര് പലപ്പോഴും പറയുന്നു. അങ്ങനെ ഒരു ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, അതായത് ദൈവവും മനുഷ്യനും ഒന്നിച്ചു ചേർന്ന വിഭജിക്കാൻ കഴിയാത്ത ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, ആ ശരീരം മറിയയിൽ നിന്നാണ് ദൈവം എടുത്തത്. അതുകൊണ്ട് മറിയത്തിലൂടെ ജനിച്ചത് ദൈവമാണ്. അതുകൊണ്ട് മറിയ ദൈവത്തിൻ്റെ മാതാവാണ് എന്നൊക്കെ ഇവര് പറയുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. മറിയ എന്ന മനുഷ്യ സ്ത്രീയിൽ നിന്ന് ശരീരം സ്വീകരിപ്പാൻ തക്കവണ്ണം ദരിദ്രനാണോ ഈ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി? നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. ഈ സ്വയം പര്യാപ്തത എന്ന വാക്കൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നതാണ്. കാരണം ഇവരുടെ കണക്കിൽ ദൈവം സ്വയം പര്യാപ്തനല്ല.
കാരണം ഒരു ശരീരം ഈ ലോകത്ത് വന്നപ്പോൾ യേശുവിന് സ്വീകരിക്കേണ്ടി വന്നത് മറിയയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ തന്നിൽ തന്നെയുള്ള ആ സ്വയം പര്യാപ്തതയ്ക്ക് മേലുള്ള ചോദ്യമാണത്, അല്ലെങ്കിൽ അതിനെ നിരാകരിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ബൈബിൾ അല്ലെങ്കിൽ തിരുവെഴുത്ത് ഇതിനെ എങ്ങനെയാണ് പറയുന്നത്? നാം അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അതായത് മറിയയിൽ നിന്ന് ശരീരം സ്വീകരിപ്പാൻ തക്കവണ്ണം മുട്ടുള്ളവൻ അല്ല ക്രിസ്തു. അതേ 17-ാം അധ്യായം 28-ാം വാക്യത്തിൽ അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്, അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. മറിയ ഉൾപ്പെടുന്ന ലോകത്തിലെ സകല ജനപദങ്ങളും ദൈവത്തിന്റെ സന്താനങ്ങളാണ്. അതിന് 29-ാം വാക്യത്തിൽ നാം ദൈവത്തിന്റെ സന്താനങ്ങൾ എന്ന് വരികയിൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊന്ന്, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യമെന്ന് നിരൂപിക്കേണ്ടത് അല്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ മറിയെ, അല്ലെങ്കിൽ കത്തോലിക്കരായ ആ കത്തോലിക്ക സഭാ നേതൃത്വം മറിയെ ദൈവമാതാവാക്കിയപ്പോൾ ഇവരുടെ സങ്കല്പത്തിൽ മറിയയുടെ പല രൂപങ്ങളും വിഗ്രഹങ്ങളും വരച്ചും കൊത്തിയുമൊക്കെ വെച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അതിലേറ്റവും കുപ്രസിദ്ധി ആർജിച്ച ഒരു ചിത്രമുണ്ട്, അവർ ലേഡി ഓഫ് പെർപെച്വൽ ഹെൽപ്പ് അഥവാ നിത്യസഹായ മാതാവിൻ്റെ ചിത്രമാണത്. അത് സംശയമുണ്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി, അവർ ലേഡി ഓഫ് പെർപെച്വൽ ഹെൽപ്പ്. ആ ചിത്രം അതൊരു സ്യൂഡോ ലൂക്ക് ചിത്രമാണ്. അതായത് ലൂക്കോസ് വരച്ചു എന്ന വ്യാജേന പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു കുപ്രസിദ്ധി ആർജിച്ച ചിത്രം. എന്താണ് ആ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത്? മറിയയുടെ ഒക്കത്തിരിക്കുന്ന ഉണ്ണീശോയുടെ ചെരുപ്പിന്റെ വള്ളി പൊട്ടി തൂങ്ങിക്കിടക്കുന്നത് അതാണ് ആ ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. യേശു കുഞ്ഞായിരുന്നപ്പോൾ മാലാഖമാരായ ഗബ്രിയേലും മിഖായേലും കുന്തവും കുരിശുമായി പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട ഉണ്ണീശോ ഭയന്നോടി അമ്മയിൽ അഭയം പ്രാപിച്ചു. ആ ചിത്രത്തിൽ അതിൻ്റെ വള്ളി പൊട്ടി തൂങ്ങിക്കിടക്കുന്നത് കാണിക്കുന്നത് അതാണ്. അതായത് ഭയന്നോടിയപ്പോൾ ആ ചെരുപ്പിന്റെ വള്ളി പൊട്ടി അത് തൂങ്ങി ആ കുഞ്ഞ് ചെന്ന് മറിയയിൽ അഭയം പ്രാപിച്ചു. പ്രിയമുള്ളവരെ, എന്താണ് ഈ ചിത്രം പകർന്നു കൊടുക്കുന്ന സന്ദേശം? ഭയപ്പെട്ടോടുന്ന കുഞ്ഞായ യേശു പോലും അമ്മയായ മറിയത്തിൽ അഭയം പ്രാപിക്കുന്നു. ദൈവമാതാവ് എന്ന നിലയിൽ യേശുവിനെ പോലും മറിയം സംരക്ഷിക്കുന്നു. യേശുവിൻ്റെ സംരക്ഷക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സഭയുടെ സംരക്ഷക എന്നാണ്. ഇനി അതിൻ്റെ വിശാലമായ അർത്ഥം മറിയയെ വിളിക്കുന്നത് തന്നെ ലോകത്തിൻ്റെ സംരക്ഷക എന്നാണ്. ആ കാഴ്ചപ്പാടിലേക്ക് മറിയയെ പ്രതിഷ്ഠിക്കുന്നതിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങൾക്കൊക്കെ വലിയ പങ്ക് വഹിപ്പാനായിട്ട് ഇടയായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഇതൊക്കെ മറിയയെ ദൈവമാതാവാക്കുന്നതിൽ ഈ ചിത്രങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതെന്തൊരു ദുരന്തമാണ്! കത്തോലിക്ക സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ടോ? വെറുതെയാണോ ന്യൂസ് വീക്ക് മാഗസിനെ പോലെയുള്ള സെക്കുലർ മാഗസിൻ പോലും കത്തോലിക്കയിൽ മറിയയ്ക്കുള്ള അമിതമായ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിപ്പാനായിട്ട് ഇടയായി തീർന്നത്? ഈ കാര്യങ്ങളൊക്കെ നാം വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ചുരുക്കത്തിൽ മറിയയെ ദൈവമാതാവാക്കുമ്പോൾ അതിനെ തെളിയിക്കാൻ മറിയയിൽ നിന്ന് യേശുവിൻ്റെ ശരീര രൂപീകരണത്തിന് മാംസം സ്വീകരിച്ചു എന്ന് നേരിട്ട് തെളിയിക്കുന്ന ഒരൊറ്റ വാക്യം പോലും, ഒരു രേഖയും വിശുദ്ധ തിരുവെഴുത്തിൽ ഇല്ല. അത്തരത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന വചനഭാഗങ്ങളൊക്കെ സാധാരണ ചില വചനഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പക്ഷേ അതൊന്നും ഒരു ബലവത്തായ ന്യായങ്ങളായിട്ട് ആർക്കും തോന്നിയിട്ടില്ല. മറിയയിൽ നിന്ന് ശരീരം സ്വീകരിച്ചാലേ യേശു ലോകത്ത് ജനിക്കൂ എന്നത് കത്തോലിക്ക സഭയുടെ ശാഠ്യം മാത്രമാണ്. ഒരാൾ ലോകത്തിലേക്ക് വരണമെങ്കിൽ മറ്റൊരാളിൽ നിന്ന് ശരീരം സ്വീകരിക്കണമെന്ന് നിർബന്ധിക്കാനാവില്ല. അങ്ങനെയൊക്കെ കട്ടായം പറയുന്നത്
ദൈവിക കാര്യപരിപാടികളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ചില ഉദാഹരണങ്ങൾ ഞാനൊന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 38-ാം വാക്യം, അവിടെ ആദമിനെ കുറിച്ച് പറയുന്നത് ആദാം ദൈവത്തിന്റെ മകൻ എന്നാണ്. ദൈവത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചിട്ടാണോ ആദാം ദൈവത്തിന്റെ മകനായത്? അല്ല. ദൈവം സൃഷ്ടിച്ച മണ്ണിൽ നിന്നാണ് ആദമിന് ശരീരമുണ്ടായത്. പക്ഷേ ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരാൾ മറ്റൊരാളുടെ മകൻ ആകാൻ അയാളിൽ നിന്ന് ശരീരം സ്വീകരിക്കണമെന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. ചുരുക്കത്തിൽ, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ അർത്ഥം മാതാവിൽ നിന്ന് ശരീരം സ്വീകരിച്ചു എന്നൊക്കെയാണ് എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. മനുഷ്യന് ജനിക്കാൻ സ്ത്രീയുടെ ഗർഭപാത്രം പോലും വേണ്ട എന്ന് ദൈവം തെളിയിച്ചിട്ടില്ലേ? ആദ്യ സ്ത്രീയായ ഹവ്വ ജനിച്ചത് ആരിൽ നിന്നാണ്? ആദ്യ സ്ത്രീയായ ഹവ്വ ജനിച്ചതുപോലും പുരുഷനിൽ നിന്ന്. നമ്മൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നത്, പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. അപ്പോൾ ജനിക്കാൻ സ്ത്രീ വേണമെന്നോ സ്ത്രീയിൽ നിന്ന് ശരീരം സ്വീകരിച്ചാലേ പുറത്തേക്ക് വരികയുള്ളൂ എന്നൊന്നും വേദപുസ്തകത്തിൽ നിർബന്ധമില്ല. അങ്ങനെ അല്ല എന്നൊക്കെ തെളിയിച്ച അനവധി ചരിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. മാത്രമല്ല, മറിയയിൽ നിന്നാണ് യേശു ശരീരം സ്വീകരിച്ചതെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം ഈ ബൈബിളിൽ നിന്ന് വെട്ടിക്കളയേണ്ടി വരും. അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതായത് മറിയയിൽ നിന്ന് ജഡം സ്വീകരിക്കുകയല്ല, മറിച്ച് അനാദിയിൽ ഉണ്ടായിരുന്ന വചനം, ദൈവത്തോടു കൂടെ ആയിരുന്ന വചനം, ദൈവമായിരുന്ന വചനം ജഡമായി തീർന്ന് മറിയയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെടുകയായിരുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സത്യം. ഇതിൻ്റെ ഒരു ദൃശ്യ ദൃഷ്ടാന്തം ഞാൻ ഇങ്ങനെ പറയാം. ശലോമോൻ ദൈവാലയം പണിതു തീർത്തു. നാം 1 രാജാക്കന്മാർ 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ തേജസ് നിമിത്തം ദൈവാലയ പ്രതിഷ്ഠയുടെ അന്ന് യഹോവയുടെ തേജസ് നിമിത്തം ആലയത്തിൽ ആ യഹോവയുടെ തേജസ് നിറഞ്ഞിരുന്നത് കൊണ്ട് ആ മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. ദൈവത്തിന്റെ ആലയത്തിന്റെ പണി കഴിഞ്ഞു, ആലയത്തിന്റെ പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠയുടെ അന്ന് ആ ആലയത്തിനുള്ളിൽ ദൈവ തേജസ് നിറഞ്ഞിരുന്നത് കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ പുരോഹിതന്മാർക്ക് അവിടെ നിൽപ്പാനായിട്ട് കഴിഞ്ഞില്ല എന്നാണ് വായിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ ആലയത്തിൽ ഉണ്ടായ തേജസ് ആ ആലയം ഉൽപ്പാദിപ്പിച്ചതാണോ? ഒരിക്കലുമല്ല. ആലയത്തിന് യഹോവയുടെ തേജസ് ഒന്നും ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അതേപോലെ മറിയ യേശുവിന്റെ ശരീരം ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. പിന്നെ വചനം ജഡമായി തീർന്ന് അവളിൽ നിക്ഷേപിക്കപ്പെടുകയാണ് ഉണ്ടായത്. എബ്രായ ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. കത്തോലിക്കർ ഇത് പറയുമ്പോൾ സജ്ജമാക്കിയ ശരീരം മറിയയുടേതാണ് എന്നൊക്കെ പറയും. പക്ഷേ ആ വാക്യത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം ക്ലിയർ ആണ്, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല. അപ്പോൾ ആടിനെയും പശുവിനെയും ഒക്കെ ആ കാഴ്ചയായി അർപ്പിച്ചിരുന്ന ആ ബലി ദൈവം ആഗ്രഹിച്ചില്ല. നേരെ മറിച്ച് ബലി കഴിക്കാനുള്ള ഒരു ശരീരം നീ എനിക്കായി സജ്ജമാക്കിയിരുന്നു, ഒരുക്കിയിരുന്നു. ആ ശരീരം സ്വർഗത്തിൽ ഒരുക്കപ്പെട്ടതാണ്, അത് മറിയയിൽ നിക്ഷേപിക്കപ്പെട്ടു എന്നേ ഉള്ളൂ എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, കന്യകാജനനത്തിൽ അഭൗമികമായ പരിശുദ്ധാത്മാവും ഭൗമികമായ മറിയയുടെ ഉദരവും അതാതിൻ്റെ പങ്കുവഹിച്ചു എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഇതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. നോക്കുക, കേവലം പാഴും ശൂന്യവും ഇരുളുമായിരുന്ന ഭൂമി, ആ ഭൂമിയുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൃശ്യമാകുന്ന ഇന്ന് കാണുന്ന സകലതും ഉളവായി. ഇതേപോലെ തന്നെയാണ് മറിയയിൽ സംഭവിച്ചതും. മറിയയുടെ ഉദരവും ശൂന്യമായിരുന്നു.
അതൊരു ബാരൻ പ്ലേസ് ആയിരുന്നു. അവിടെ ആ ആ ആ ശൂന്യമായിരുന്ന ഉദരത്തിൽ പരിശുദ്ധാത്മാവ് നിഴലിട്ടു. ഒന്നുമില്ലായ്മയിൽ നിന്ന്, അഥവാ വചനം ജഡമായി തീർന്ന് ഒരു ശരീരം പരിശുദ്ധാത്മ പ്രക്രിയയാൽ രൂപം കൊണ്ടു. എബ്രായലേഖനം 11 3 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. അതേപോലെ തന്നെയാണ് യേശുവിന്റെ ശരീരവും മറിയയിൽ വചനം ജഡമായി തീർന്ന് ഉത്ഭവിച്ചത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഈ വചനം ജഡമായി തീർന്ന് മറിയയിൽ നിക്ഷേപിക്കപ്പെടാൻ തിരഞ്ഞെടുത്ത ഒരു സ്ത്രീ, അതാണ് മറിയ. ആ നിലയിൽ അവൾ അനുഗ്രഹീതയാണ്, അവൾ ഭാഗ്യവതിയാണ്. പക്ഷേ അങ്ങനെ ഒരു ഭാഗ്യവതി ആയതിൻ്റെ പേരിൽ, അനുഗ്രഹീതയായതിൻ്റെ പേരിൽ 19ഓളം പെരുന്നാളുകൾ മറിയയുടെ പേരിൽ നടത്തുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അമ്മയായി പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ പിതാവിൻ്റെ പുത്രി, പുത്രന്റെ അമ്മ, പരിശുദ്ധാത്മാവിൻ്റെ ഭാര്യ എന്നൊക്കെ പറയുക, ഇതൊക്കെ അക്ഷന്തവ്യമായ തെറ്റാണ്. ക്ഷമിക്കാനാവാത്ത, ദൈവത്തിൻ്റെ മുമ്പിൽ വളരെയധികം നിലവാരം പുലർത്തുന്ന ചിന്തകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. ഇനി ഈ ദൈവമാതാവ് എന്ന ടേം പോട്ടെ, ഏതെങ്കിലും നിലയിൽ മറിയയെ മഹത്വവൽക്കരിക്കാൻ എന്നെങ്കിലും യേശു തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും നിലയിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ചെയ്തിട്ടുള്ള തെളിവുണ്ടോ? യേശുവിൻ്റെ പേരിൽ ഇന്ന് ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അതിൽ മറിയയെയും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ, ഒരിക്കൽ പോലും യേശു മറിയയെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചതായിട്ട് ഏതെങ്കിലും നിലയിൽ ഒരു തെളിവ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾ അല്ലെങ്കിൽ കത്തോലിക്കർ മറിയയെ ദൈവമാതാവ് എന്ന് പറയുമ്പോൾ ആ രൂപത്തിൽ മറിയയെ മഹത്വവൽക്കരിക്കാൻ യേശു എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നേരെ മറിച്ച് അതിനെ തിരുത്തിയതായിട്ട് നമുക്ക് തെളിവുണ്ട്, അതിനുള്ള വാക്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ലൂക്കോസിന്റെ സുവിശേഷം 11 അതിൻ്റെ 27, 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ നാം കാണുന്നു: യേശുവിൻ്റെ ഉപദേശങ്ങളൊക്കെ കേട്ട്, യേശുവിൻ്റെ പ്രസംഗമൊക്കെ കേട്ട് അതിൽ ആവേശം പൂണ്ട ഒരമ്മച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയുന്നൊരു വാക്കുണ്ട്: നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യേശു അതിന് കൊടുത്ത മറുപടി എന്താണ്? നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞപ്പോൾ യേശു അതിന് കൊടുത്ത മറുപടി ചിന്തനീയമാണ്. അവൻ അതിന്, അല്ല, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ. നോക്കുക, ആദ്യ നൂറ്റാണ്ടിൽ തന്നെ മറിയയെ മഹത്വവൽക്കരിക്കുവാനുള്ള പരിശ്രമം നടന്നിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇതാ യേശുക്രിസ്തുവിന്റെ സമയത്ത് തന്നെ അതിനൊരു ആ നിലയിൽ ഒരു ചിന്ത ഉയർന്നു വന്നപ്പോൾ അല്ല എന്ന് പറഞ്ഞ് അതിനെ തടയുകയാണ് ക്രിസ്തു ചെയ്തത്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 1 വാക്യത്തിൽ ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് പറയുമ്പോൾ ദൈവഹിതം നിവർത്തിക്കാൻ അർപ്പിക്കപ്പെട്ട മറ്റനേകരെ പോലെ ഒരുവൾ മാത്രമാണ് മറിയ എന്നേ യേശു അർത്ഥമാക്കിയിട്ടുള്ളൂ, ശ്ലീഹന്മാർ അർത്ഥമാക്കിയിട്ടുള്ളൂ. ദൈവമാതാവ് എന്നൊക്കെ പറഞ്ഞ് കത്തോലിക്കർ നേർച്ചകളും കാഴ്ചകളും അതേപോലെ ഉടമ്പടികളും മുട്ടിലിഴയലും ഒക്കെയായി അരങ്ങ് തകർക്കുമ്പോൾ ഒരിക്കൽ പോലും യേശു മറിയയെ അമ്മേ എന്ന് വിളിച്ചതായിട്ട് നമുക്ക് ബൈബിളിൽ തെളിവ് കാണുവാനായിട്ട് കഴിയുന്നില്ല. ദൈവമാതാവായ മറിയ എന്തുകൊണ്ട് ഒരിക്കൽ പോലും മറിയമിൽ നിന്ന് ജനിച്ച യേശു അമ്മേ എന്ന് വിളിക്കാനത് എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയായിട്ട് നിൽക്കുകയാണ്. ഞാനൊന്ന് ഇങ്ങനെ പറയാം, യേശു എങ്ങാനും മറിയയെ അമ്മേ എന്ന് വിളിച്ചിരുന്നെങ്കിൽ കത്തോലിക്കർ എന്നേ ഈ ട്രിനിറ്റി ഒക്കെ കാട്ടിൽ കളഞ്ഞ് മറിയയെ ദൈവമായി പ്രഖ്യാപിച്ചേനെ. യേശു അമ്മേ എന്ന് വിളിക്കാനിട്ട് പോലും ഇത്രയേറെ നിലവാര തകർച്ച കാണിക്കുന്നു എങ്കിൽ അമ്മയെ എന്ന് വിളിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഈ മറിയയോട് ദൂതൻ സംസാരിക്കുമ്പോൾ, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം
1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മറിയയോട് ദൂതൻ സംസാരിക്കുമ്പോൾ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിലാണ് നാം അങ്ങനെ വായിക്കുന്നത്. മറിയയോട് പറയുന്ന വാക്കുകളാണ്. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതായത് ദൈവദൃഷ്ടിയിൽ ഉത്ഭവിക്കുന്നത് ദൈവപുത്രനാണ്. മറിയയുടെ പുത്രൻ എന്ന് പോലും അവിടെ പറഞ്ഞിട്ടില്ല, ദൈവപുത്രനാണ്. അതുകൊണ്ട് ഈ പുത്രൻ ലോകത്തേക്ക് വന്നപ്പോൾ, കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായ ലോകത്തേക്ക് വന്നപ്പോൾ 4 സുവിശേഷങ്ങളും വായിച്ചു നോക്കുക. സ്വർഗത്തേക്ക് നോക്കി ആവർത്തിച്ച് ദൈവത്തെ പിതാവേ 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 എന്ന് വിളിച്ചഭിസംബോധന ചെയ്തു. എന്നാൽ ഇതാ സ്വന്തം വീട്ടിൽ, അല്ലെങ്കിൽ പലപ്പോഴും കൂടെ മറിയ ഉണ്ടായിരുന്നിട്ട്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ആ അമ്മേ അമ്മേ എന്ന് വിളിക്കാതെ യേശു മാറി നിന്നു? ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഇവിടെയാണ് നിങ്ങൾ മറിയയെ ദൈവമാതാവാക്കുമ്പോൾ അതിനോടുള്ള യേശുവിൻ്റെ മനോഭാവം എന്താണ്, ശ്ലീഹന്മാരുടെ മനോഭാവം എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാസ്തവത്തിൽ കത്തോലിക്കരുടെ മറിയ ഭക്തി മാനുഷിക ബന്ധങ്ങളിൽ ഊന്നിയ ക്ഷണികമായ വൈകാരിക വിഭ്രമങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് എന്നല്ലേ ഇതെല്ലാം അർത്ഥമാക്കുന്നത്? ഇനി യേശു തന്നെ കുറിച്ച് ഇതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ചില വാക്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യേശു എന്താണ് തന്നെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ളത്? തൻ്റെ ശരീരം മറിയയിൽ നിന്ന് എടുത്തു എന്ന് യേശു പറഞ്ഞില്ല, ശ്ലീഹന്മാർ പറഞ്ഞില്ല, ഇതെങ്ങും ശ്ലീഹ പാരമ്പര്യത്തിലില്ല. നേരെ മറിച്ച് യേശു തന്നെ കുറിച്ച് തന്നെ എന്താണ് പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 23 യേശു അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവൻ അല്ല. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 47-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. ഇതാണ് അപ്പോസ്തലന്റെ വാക്ക്. ഇനി യോഹന്നാന്റെ തന്നെ സുവിശേഷം 8-ാം അധ്യായം 42-ാം വാക്യം, ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. പലപ്പോഴും യേശുവിനെ നോക്കി സ്വർഗത്തിൽ നിന്നുണ്ടായ ശബ്ദം ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നാണ്. മറിയയെ നോക്കി പരിശുദ്ധാത്മാവോ പിതാവോ ഇവൾ എൻ്റെ പ്രിയ ഭാര്യ എന്നൊന്നും പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഭാര്യയായിട്ട് തന്നെയാണ് കത്തോലിക്കാ സഭയുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ മറിയയെ വിവരിച്ചിരിക്കുന്നത് എന്നതുകൂടി ഈ ഭാഗത്ത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഒടുവിലായി ഒരു കാര്യം കൂടെ പറയാം. മറിയയിൽ നിന്ന് യേശു ശരീരം സ്വീകരിച്ചവനായാണ് വന്നതെങ്കിൽ, മറിയയിൽ നിന്നാണ് യേശു ശരീരം സ്വീകരിച്ചതെങ്കിൽ, ഒരിക്കലും യേശുവിന് മഹാപുരോഹിതൻ ആ ശുശ്രൂഷ അല്ലെങ്കിൽ മഹാപുരോഹിതനാകുവാൻ കഴിയുമായിരുന്നില്ല. കാരണം മറിയയിൽ നിന്ന് ശരീരം സ്വീകരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും കേവലം ഭൗമികൻ മാത്രമായി മാറുന്നു. ആ ഭൗമികനായിട്ടാണ് വരുന്നതെങ്കിൽ മനുഷ്യർക്കായി ഒരു പുരോഹിത നിയമം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ പുരോഹിത നിയമപ്രകാരം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാനുള്ള അധികാരം ലേവ്യ ഗോത്രത്തിനാണ്. അതൊരിക്കലും യഹൂദ ഗോത്രത്തിന് പോകുന്നില്ല. അപ്പോ ഭൗമികനായി മറിയയിൽ നിന്ന് ശരീരം സ്വീകരിച്ചവനായിട്ടാണ് യേശു വന്നിരുന്നതെങ്കിൽ ഒരിക്കലും പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ യേശുവിന് കഴിയുമായിരുന്നില്ല എന്നുള്ളതും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. എബ്രായ ലേഖനം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ ഭൂമിയിൽ ആയിരുന്നെങ്കിൽ പുരോഹിതൻ ആകയില്ലായിരുന്നു. 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, അവൻ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. ആത്മീകനായി വന്ന യേശുവിൻ്റെ പുരോഹിത ശുശ്രൂഷയുടെ ഫലമാണ് 1-ാമത്തെ നിയമത്തിനെ മാറ്റി 2-ാമത്തേതിനെ സ്ഥാപിച്ചത്. അതിനൊക്കെ യേശുവിന് ഇടയായത് അവൻ സ്വർഗീയനായി വന്നതുകൊണ്ടാണ്. മറിയയിൽ നിന്ന് ശരീരം സ്വീകരിച്ചുവെങ്കിൽ അവൻ കേവലം ഭൗമികൻ മാത്രമാണ് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. ചുരുക്കത്തിൽ മറിയയിൽ നിന്ന് ശരീരം സ്വീകരിച്ചിരുന്നെങ്കിൽ യേശുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ അത് സാരമായി ബാധിക്കുമായിരുന്നു. മാത്രമല്ല, എന്തിന് മറിയയിൽ നിന്ന് യേശു ശരീരം സ്വീകരിക്കണം? അതിൻ്റെ ആവശ്യം യേശുവിന് എന്താണ്? ആ നിലയിൽ മുട്ടുള്ളവനല്ല ക്രിസ്തു. പ്രിയമുള്ളവരെ,
ഇങ്ങനെ അനേക തെളിവുകൾ മറിയയുടെ ദൈവമാതാവ് എന്ന ടേമിനെതിരെ വിശുദ്ധ ബൈബിൾ അനേക തെളിവുകൾ മുമ്പോട്ട് വയ്ക്കുകയാണ്. ഒരു കാര്യം അറിഞ്ഞിരിക്കുക, മറിയ ദൈവമാതാവല്ല, മറിയ നിത്യകന്യകയല്ല, മറിയ സ്വർഗാരൂപിതയല്ല, മറിയ ഏതെങ്കിലും നിലയിലുള്ള പ്രത്യേകതകൾ ഉള്ളതായിട്ട് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തിയിട്ടേയില്ല. നാം ഇവിടെ മറിയയെക്കുറിച്ചുള്ള പഠനം ഈ രൂപത്തിൽ ആ 4 ഡോഗ്മകൾ നമ്മളിവിടെ ഉദ്ധരിച്ചു കഴിഞ്ഞു. നമ്മളത് അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ മറിയ സഹരക്ഷകയോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാണ്.